മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വാമദേവനും സീമന്തിനിയും ചേർന്ന് കണ്ണന്റെയും സ്വാതിയുടെയും വിവാഹം ഉറപ്പിക്കാനായിട്ട് കമലേശ്വരത്തിലേക്ക് എത്തുന്നുണ്ട്. സ്വാതിയാണെങ്കിൽ കണ്ണന് ചലനശേഷി തിരികെ കിട്ടിയതിനു ശേഷം മാത്രമേ വിവാഹം കഴിക്കുകയുള്ളൂ എന്ന് ഒറ്റ കല്ല് നിൽക്കുന്നു. അത് മനസ്സിലാക്കുന്ന കണ്ണനാണെങ്കിൽ തോമസ് സാറിന്റെ സഹായം തേടുന്നുണ്ട്. അങ്ങനെ തോമസ് സാറിനെ കാണാൻ പോകുന്ന സ്വാതിയോട് സാറാണെങ്കിൽ അവൻ ഒരിക്കലും ഇനി നടക്കാനുള്ള ആ ഒരു ഭാഗ്യം ഉണ്ടാവില്ല എന്നും മോളുടെ ജീവിതം നശിപ്പിക്കാൻ നിൽക്കണ്ട എന്നും മഹാലക്ഷ്മിയുടെ ഗതി വരണ്ട എന്നൊക്കെ സ്വാതി ഉപദേശിക്കുന്നു. സാറാണെങ്കിൽ കണ്ണന്റെ തലയിൽ നിന്നും സ്വാതി എന്നേക്കുമായിട്ട് ഒഴിപ്പിക്കുകയാണ്. അത് കേൾക്കുന്ന സ്വാതിയാണെങ്കിൽ തനിക്ക് കണ്ണനെ വേണ്ട എന്ന്, അങ്ങനെ ജീവിതം ഹോമിക്കാനൊന്നും തന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കമലേശ്വരത്തിൽ നിന്നും ഇറങ്ങി പോകുന്നു. ഈ സമയം കരുണയുടെ പുതിയ പദ്ധതികൾ, അതായത് എല്ലാത്തിനും എന്തിനും കൂടെ കണ്ണേട്ടന്റെ കൂടെ ഉണ്ണിയേട്ടൻ വേണമെന്നും ഒരു സാരഥി ഡ്രൈവർ എന്നതിലുപരി കെയർടേക്കർ പോലെ കണ്ണേട്ടന്റെ കൂടെ നടക്കണമെന്നൊക്കെ ഉണ്ണിയോട് പറയുന്നു. ഫിനാൻസേഴ്സിലേക്ക് കണ്ണേട്ടന്റെ കൂടെ ഉണ്ണിയേട്ടൻ പോണം. കൺസ്ട്രക്ഷൻ കമ്പനിയിലെ വിലക്കിയിട്ടുള്ളൂ. ഫിനാൻസേഴ്സിൽ കടന്ന് അവൾക്ക് അധികാരം കാണിക്കാനായിട്ട് കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഉണ്ണിയാണെങ്കിൽ അതിന് സമ്മതിക്കുന്നു. ഇക്കാര്യം കണ്ണനോട് സംസാരിക്കുകയാണ്. കണ്ണനാണെങ്കിൽ നോ പറയാനായിട്ട് കഴിയില്ല. കാരണം അങ്ങനെ പറയുകയാണെങ്കിൽ തങ്ങളുടെ നാടകമൊക്കെ തന്നെ പൊളിച്ച് അടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തും. അതുകൊണ്ട് തന്നെ അവൻ വരാനായിട്ട് പറയുന്നു. പക്ഷേ മുൻകൂട്ടി പ്ലാൻ ചെയ്തത് പ്രകാരം തന്നെ ഫിനാൻസേഴ്സിലേക്ക് മഹാലക്ഷ്മി എത്തുന്നുണ്ട്. എന്തായാലും ഉണ്ണിയുടെ ആവശ്യം നടപ്പിലാക്കാനായിട്ട് കണ്ണന്റെ ക്യാബിനിലേക്കാണ് അവൻ ആദ്യം കയറി ചെല്ലുന്നത്. അവിടെ വെച്ച് മഹാലക്ഷ്മിയെ കാണുന്നു. മഹാലക്ഷ്മി കണ്ണന്റെ സീറ്റിൽ ഇരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഉണ്ണിയാകെ ഷോക്കാവുന്നു. നിങ്ങൾ എന്തിനാ ഇവിടെയും വന്നെന്ന് ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എല്ലാവിടെയും എനിക്ക് അധികാരമുണ്ട്. ഞാൻ ഇവിടെ വന്നതുകൊണ്ട് നിനക്കെന്താ പ്രശ്നം? നിയമപരമായിട്ട് ഞാൻ ഇപ്പോഴും കണ്ണേട്ടന്റെ ഭാര്യയാണെന്ന് പറയുമ്പോ നിങ്ങൾക്ക് നാണമില്ലേ? നിങ്ങൾ എന്തൊരു സ്ത്രീയാണ്? മര്യാദയ്ക്ക് ഇവിടെ നിന്നും ഇറങ്ങിപ്പോ. ഫിനാൻസേഴ്സിൽ നിങ്ങൾ കടന്ന് അധികാരം കാണിക്കാമെന്ന് കരുതണ്ടെന്ന് പറയുമ്പോ ഇന്ന പോലെ എന്ന് ആർക്കും എഴുതി കൊടുത്തിട്ടൊന്നുമില്ല. അതിപ്പോ എന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ഏത് സ്വത്തുക്കളും ഭാഗവും വെച്ചിട്ടില്ല. പിന്നെ പകുതി സ്വത്തുക്കൾ എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ കൃത്യമായിട്ടൊന്നും എഴുതി ചേർത്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോ ഇത് കേട്ട് ഉണ്ണിയാണെങ്കിൽ ആകെ ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മരണം എന്റെ കൈകൊണ്ട് തന്നെയായിരിക്കും. ഇത്ര അഹങ്കാരം പാടില്ല. കണ്ണേട്ടൻ ചതിച്ചതും പോരാ, സ്വത്തുക്കൾ തട്ടിയെടുക്കാനായിട്ട് ആർത്തി കൂട്ടുന്നതെന്നൊക്കെ ചോദിക്കുമ്പോ അപ്പൊ നിങ്ങളൊക്കെ ഏത് ഗണത്തിൽ പെടുമെന്ന് മഹി ചോദിക്കുന്നു. നിങ്ങളെ ഞാൻ ഇവിടെ വെച്ച് വാഴിക്കില്ല എന്നൊക്കെ പറയുമ്പോ അതൊക്കെ നിന്റെ വെറും വ്യാമോഹമാണടാ, ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും ഉണ്ണി ആട്ടി ഇറക്കുകയാണ്. എന്തായാലും വലിയൊരു ഭീഷണി മുഴക്കിക്കൊണ്ടാണ് അവിടെ നിന്നും ഉണ്ണി ഇറങ്ങി പോകുന്നത്. പിന്നീട് കണ്ണനാണെങ്കിൽ ഇതൊക്കെ തന്നെ CCTV-യിലൂടെ കാണുന്നുണ്ട്. അവനാണെങ്കിൽ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. അങ്ങനെ കണ്ണനോട് പരാതി പറയാനായിട്ട് ഉണ്ണി ചെല്ലുന്നുണ്ട്. തനിക്കൊന്നും ഇതിൽ ചെയ്യാൻ കഴിയില്ല എന്ന് വീണ്ടും കണ്ണൻ കൈ മലർത്തുന്നു. എല്ലാം കൊണ്ടും ഉണ്ണിയാണെങ്കിൽ ആകെ നാണം കെട്ട അവസ്ഥയിലാണ്. ഉണ്ണി പോയത് ഉറപ്പാക്കിയതിനു ശേഷം കണ്ണനാണെങ്കിൽ മഹിയുടെ ക്യാബിനിലേക്ക് വരികയാണ്. അവന്റെ എല്ലാ ആഗ്രഹങ്ങളും തകർന്നടിഞ്ഞു. വീട്ടിലൊരുത്തി ഉണ്ടായിരുന്നല്ലോ സ്വാതി. തോമസ് വൈദ്യന്റെ സഹായത്തോടു കൂടിയിട്ട് അവളെ എന്നേക്കുമായിട്ട് എന്റെ തലയിൽ നിന്നും ഒഴിച്ചു കളഞ്ഞു. ഇനി അവള് കമലേശ്വരത്തിൽ കാണില്ല. സമാധാനമായിട്ട് എനിക്ക് അവിടേക്ക് പോവാം. അവള് ഭയങ്കര ശല്യമായിരുന്നു എന്നൊക്കെ കണ്ണൻ മഹിയോട് പറയുമ്പോ മഹിയാണെങ്കിൽ കണ്ണേട്ടൻ ഒരുപാട് അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുന്നു. എന്തായാലും ഉണ്ണി വീണ്ടും നാണം കെട്ട് കരുണയുടെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. കരുണയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും കുറ്റപ്പെടുത്തുന്നു. ഈ സമയം അനന്തു കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട്. മഹി വന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് അനന്തു ആണെങ്കിൽ ഉണ്ണിയെ വിളിക്കുകയാണ്. കണ്ണനെ ഇപ്പോ മഹിക്ക് വേണ്ടി ചോദിക്കാനില്ലാത്തുള്ളൂ. പക്ഷെ ഇപ്പോ എന്റെ കെയറിങ്ങിലാണ് മഹി ജീവിക്കുന്നത്. അവളെ ഭീഷണിപ്പെടുത്താൻ മാത്രം നീ വളർന്നോടാം. ദേ നിന്നെയുണ്ടല്ലോ ഞാൻ വെച്ചേക്കത്തില്ല. കാര്യം എന്തൊക്കെ പറഞ്ഞാലും നീ കണ്ണന്റെ അനിയനാണ്. ആ ഒരൊറ്റ പരിഗണന കൊണ്ട് മാത്രമാണ് ഇത്രയും നാൾ നിന്റെ അഹങ്കാരത്തിന് ഞങ്ങൾ കൊട പിടിച്ചത്. ഇനി മഹാലക്ഷ്മിക്കെതിരെ നിന്റെ ചൂണ്ടുവരൽ അനങ്ങിയാൽ മാർക്കോ ആയിരിക്കില്ല പകരം ചോദിക്കുക, ഈ നിൽക്കുന്നത് ഞാനായിരിക്കും. മഹി എന്ത് പറയുന്നുവോ അതനുസരിക്കാനും നിനക്കും നിന്റെ മറ്റ് പിൻഗാമികൾക്കൊക്കെ കഴിയുള്ളൂ. അവൾക്ക് കമലേശ്വരം ഫിനാൻസിലായാലും കൺസ്ട്രക്ഷൻ കമ്പനിയിലായാലും പൂർണ്ണ അധികാരമുണ്ട്. അത് കണ്ണൻ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് നിന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. എന്തായാലും ആ ഭീഷണിക്ക് മുന്നിൽ ഉണ്ണി പതറുന്നുണ്ട്. കാരണം കണ്ണനെ പോലെ തന്നെ ശക്തനാണ് അനന്തവും. അങ്ങനെ ഫോൺ വെച്ചതിന് ശേഷം കരുണയോട് ഉണ്ണി പറയുന്നുണ്ട്, നമ്മൾ എന്ത് ചെയ്യാൻ നോക്കിയാലും അതിലൊക്കെ തടസ്സം നിൽക്കാനായിട്ട് കരുത്തനായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും അവർക്കൊപ്പമാണ്, ആ മാർക്കോയെ അടക്കമുള്ള എല്ലാവരും. പിന്നെ ഞാൻ ഇനി എന്ത് ചെയ്യും കരുണേ? നീയാണെങ്കിൽ എന്നോടൊപ്പം നിൽക്കുന്ന യാതൊരു പ്രശ്നവുമില്ല. വിട്ടാ നീ തെറ്റിയിട്ട് നിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുമ്പോ ഉണ്ണിയേട്ടന്റെ കൂടെ ഇനി ഞാൻ ഉണ്ടാകും. എന്തായാലും അവളുടെ സർവനാശം അത് കാണണം. തീരെ നിവർത്തിയില്ലെങ്കിൽ അവളെ വെട്ടിക്കൂട്ടണമെന്നൊക്കെ കരുണയാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നു. എന്തായാലും ഈ സമയങ്ങളിലൊക്കെ തന്നെ കരുണ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, നിങ്ങളുടെ അച്ഛനെ കൊന്നത് എന്റെ അച്ഛനായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു ദയ നിങ്ങളോട് ഞാൻ കാണിക്കുന്നതെന്നൊക്കെ. അങ്ങനെ മഹിയോട് അനന്തവും ലേഖയും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഉണ്ണി അവൻ മേഘനാഥനേക്കാൾ വിഷവിത്താണ്.
അവനെ നോവിച്ചാണ് മഹി വിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ അപകടകാരിയാവാനായിട്ട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഉള്ള ജോലിയും പോയിട്ട് ഇരിക്കുകയാണ്. മഹി എപ്പോഴും സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ലേഖയുടെ സാന്നിധ്യമില്ലാതെ ഒരിക്കലും പുറത്തേക്കൊന്നും പോകരുതെന്നൊക്കെ അനിത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഉറപ്പായിട്ടും ഇനി സൂക്ഷിക്കാമെന്നൊക്കെ മഹിയും പറയുന്നുണ്ട്. എന്തായാലും ഉണ്ണിയുടെ പ്ലാൻ പൊളിക്കുകയാണ് കണ്ണൻ ചെയ്യുന്നത്. കാരണം ഉണ്ണി തന്റെ ഡ്രൈവറായിട്ടും സാരഥിയായിട്ടൊക്കെ കൂടെയുണ്ടെങ്കിൽ മഹാലക്ഷ്മിയെ കാണാനുള്ള ഒരുപാട് അവസരങ്ങളാണ് നഷ്ടപ്പെടാനായിട്ട് പോകുന്നത്. അത് ബുദ്ധിപൂർവ്വം തന്നെ കണ്ണൻ പൊളിച്ചെടുക്കുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.